ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെത്തുമാങ്ങ ഇട്ടായിരുന്നു. ഈ വർഷവും ചെത്തുമാങ്ങ ഇടാൻ വേണ്ടിയുള്ള ഞങ്ങളൊരു പരിപാടിയിലാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാങ്ങ എടുത്ത് ഞാൻ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും വെള്ളം കളഞ്ഞിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ ഞാൻ ചെത്തി റെഡിയാക്കിയിട്ടുണ്ട്. ചെത്തുമാങ്ങ ചെയ്ത് ചില കഷ്ണങ്ങളൊക്കെ വലുതാണ്, അത് നമുക്ക് ഇച്ചിരി ചെറുതാക്കാവുന്നതാണ്. അല്പം വലുതായിട്ട് കിടന്നാലും കുഴപ്പമില്ല. ഇനി നമുക്കത് ചെയ്യേണ്ടത് കല്ലുപ്പിട്ട് തിരുമ്മി നമ്മൾ ഒരു ദിവസം വെക്കും. അതിനുശേഷമാണ് നമ്മൾ മസാല ചെയ്യുന്നത്. അപ്പം നമുക്ക് അല്പം കല്ലുപ്പിട്ട് നമുക്ക് മാങ്ങ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന 2 കിലോ മാങ്ങയാണ്. അതിനൊരു 250-300 ഗ്രാം കല്ലുപ്പ് മതിയാവും. അല്പം മുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം വെക്കാം. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം, ഒരു ഗ്ലൗസ് പോലെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു തടിയുടെ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ദിവസം വെക്കുക, അപ്പോൾ അതിൻ്റെ നീരിറങ്ങും. അപ്പോൾ നമ്മൾ കല്ലുപ്പും മുളക് പൊടിയും ഇട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം ഇരിക്കുന്നത്. ഇനി ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം. See you tomorrow. ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ ചെത്തുമാങ്ങ ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട്. അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല, മാങ്ങയുടെ നീരിറങ്ങിയിരിക്കുന്നതാണ്. അതുപോലെ നമുക്ക് അതിന് വേണ്ട മസാല ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്പം മുളക് പൊടി, അതുപോലെ തന്നെ ഉലുവ, കായം, അതുപോലെ തന്നെ കടുക്, ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ മസാല ഇതിലേക്ക് ചേർത്ത് നമ്മൾ ഭരണിക്കകത്ത് നമ്മൾ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അല്പം നല്ലെണ്ണയും കൂടെ ചൂടാക്കി നമ്മൾ നമ്മുടെ അച്ചാറിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുക. ഇനി നമുക്ക് നല്ല വൃത്തിയായ ഒരു ഭരണിയിലേക്ക്, അതിൻ്റെ ഒട്ടും വെള്ളമയം ഇല്ലാത്ത ഒരു ഭരണിയിലേക്ക് നമുക്ക് നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ ഇട്ട് വെക്കാവുന്നതാണ്. ഒരാഴ്ച കഴിയുമ്പം ഇത് യൂസ് ചെയ്യാൻ പറ്റും. അന്നത്തേക്കും അത് ശരിക്കും റെഡിയാകും. അപ്പോൾ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ആഴ്ച ഇരിക്കുവാണെങ്കിൽ ശരിക്കും അത് അലിഞ്ഞ് നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.